ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിഷു ആഘോഷത്തിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ. ഫസ്റ്റ് പാർട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നവർ ഫസ്റ്റ് പാർട്ടും കൂടെ കാണും. അപ്പോൾ ഇന്നത്തേത് സെക്കൻഡ് പാർട്ടാണ്. അതായത് നമ്മൾ വിഷുവൊക്കെ എന്താ പറയുക, ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസൊക്കെ നമ്മൾ വ്ളോഗൊക്കെ അപ്ലോഡ് ചെയ്യാൻ റീസൺ വേറൊന്നുമല്ല, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുത്ത് നോക്കാനും പിന്നെ നമ്മുടെ എന്താ പറയുക ചെറിയ കുട്ടികളൊക്കെ വലുതായി കഴിയുമ്പം അവർക്കൊക്കെ എടുത്ത് നോക്കാനൊക്കെ അത് നല്ലതല്ലേ. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഇതും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള വെടിപൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്. നമ്മൾ പൊട്ടുന്ന വെടിയൊന്നും അധികം മേടിച്ചിട്ടുണ്ടായില്ല. ഇതിപ്പോൾ ഈ ആഘോഷം നിങ്ങൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ എരിഞ്ഞിക്കോട്ട കത്തിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വയലിലാണ് ഇതിപ്പം എരിഞ്ഞിക്കോട്ട. അതിന് മുന്നോടിയായിട്ട് ചെറിയൊരു വെടിക്കെട്ടുണ്ടായിരുന്നു, ചെറിയ രീതിക്കാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ട് ഒത്തുകൂടാൻ വേണ്ടി നല്ല രസമല്ല. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ കാണുന്നതാണ് എരിഞ്ഞിക്കോട്ട. അത് കത്തിച്ചിട്ടുള്ളത് വ്യൂ ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കത്തുമ്പോൾ നല്ലൊരു സൗണ്ട് ഉണ്ടാവും, അത് കേൾക്കാൻ വേണ്ടി നല്ല രസമാണല്ലോ. ഇതിങ്ങനെ ഈ തീപ്പൊരി ഇങ്ങനെ പറന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നേരിൽ കാണാൻ നല്ല രസമാണ്. ഇത് അത്യാവശ്യം ചെറുതായിരുന്നു, അത്ര വലുതൊന്നും ആയിരുന്നില്ല കേട്ടോ ഇത്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ രാവിലെ പുലർച്ചെ എണീച്ച് കണി കണ്ടു കേട്ടോ. അപ്പോൾ കണിയൊക്കെ കണ്ടു. ഈ വാൽക്കണ്ണാടി ഞാൻ ഉണ്ടാക്കിയ വാൽക്കണ്ണാടിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്, ആവശ്യക്കാർ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കൃഷ്ണന് മാലയൊക്കെ എല്ലാ വിഷുവിനും ചേർത്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മാലയൊക്കെ അങ്ങനെ കോർത്ത് കൃഷ്ണനെ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പടക്കം വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ചു. ഇനി അടുത്ത പരിപാടി പാചകത്തിൻ്റെ ഇതാണ് കേട്ടോ. അതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബിരിയാണിയാണ് വെക്കുന്നത്. ബിരിയാണി നമുക്ക് വേണ്ടി നമ്മളിവിടെ മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. അമ്മയും ഞാനും കൂടെ കട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ബിരിയാണി തയ്യാറായിട്ടുള്ളത് എനിക്ക് കാണിക്കാം. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം 1:30 കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ സലാഡുണ്ട്, അച്ചാറുണ്ട്. അപ്പോൾ എനിക്ക് ഈ സലാഡ് ഇല്ലാണ്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി ധൻഷ് ഇതാ സപ്ലയറായിട്ട് നിന്നിട്ടുണ്ട്. എല്ലാം എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആത്മാർത്ഥതയോടെ കുട്ടി ജോലി ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ആ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം വിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, കുറ്റാട്ടൂർ വീട്ടിൽ. അപ്പോൾ അവിടെ എത്തിയിട്ട് എന്താ പറയുക, രാത്രി നമ്മൾ വെടി പൊട്ടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പൊട്ടിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പിടി. അപ്പോൾ നമ്മളിതാ ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കുറേയധികം പൊട്ടിച്ചു, അതൊന്നും ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ സിസ്റ്ററും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതാ കുട്ടികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, ഇവർക്കുണ്ടാക്കും വലിയ കുഴപ്പമില്ല. ആമിക്കുട്ടിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. അവൾക്ക് ഈ വലിയ സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മളന്ന് രാത്രി ഫുഡൊക്കെ കഴിച്ചു. നൈറ്റ് ബിരിയാണിയാണ് ഉണ്ടായിരുന്നത്. ഇതിപ്പം ഞാൻ ഈ ചോറ് വാരി കഴിക്കുന്നത് അതിൻ്റെ പിറ്റത്തെ ദിവസമാണ് കേട്ടോ. അതായത് എനിക്കിങ്ങനെ ചീനച്ചട്ടിയിൽ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചീനച്ചട്ടി മാത്രമല്ല, ചട്ടി സാധാ മൺകലത്തിൻ്റെ ചട്ടിയിലൊക്കെ ഇതുപോലെ എന്താ പറയുക ബാലൻസ് വരുന്ന കടി ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ ചോറ് കുറച്ചിട്ടിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരൊന്ന് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചു കഴിഞ്ഞപാട് തന്നെ അമ്മതെ ചക്കയും പൊക്കിയെടുത്തുകൊണ്ട് വന്നേക്കുന്നുണ്ട്. ഇത് നമ്മൾ തലേന്ന് കണി വെച്ച ചക്കയാണ് കേട്ടോ. അത് പഴുത്തിട്ടുണ്ടായിരുന്നു, വരിക്കച്ചക്കയാണ്. നല്ല ടേസ്റ്റാണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള ഇതാണ്. നമ്മൾ പിറ്റേന്ന് സാധാരണ ചോറും നല്ല കുറേ
കറികളൊക്കെയാണ് ഉണ്ടാക്കിയത്. ഇതിൻ്റെ അപ്പുറം ടേസ്റ്റ് വേറെ ഒന്നുമില്ല അല്ലേ. അതായത് സാധാ ചോറും നമ്മുടെ നാടൻ കറികളൊക്കെ പച്ചക്കറികൾ ഇവിടെ ഉണ്ടാകുന്ന പച്ചക്കറികളൊക്കെ അച്ഛനും അമ്മയും ഇവിടെ നട്ടു വളർത്തുന്നതായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കാരണം അതിൽ മായങ്ങളൊന്നും ചേർക്കാതിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഈ ചിക്കൻ ഐറ്റംസിനും കാളിയൊക്കെ കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ, മീൻ. അതിനേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് പച്ചക്കറി കഴിക്കാനാണ് കൂടുതൽ എന്ന് കരുതി കൂടുതലൊന്നും കഴിക്കില്ല, ഇഷ്ടം അതിനോടാണെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇതാ ഉറങ്ങാണ്. ആ ഒരു സമയത്ത് വലിയ ആൾക്കാർ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവർക്കും കൂടെ കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ലേറ്റാകും കഴിക്കുക. അപ്പോൾ അവർ എണീക്കുന്നതിന് മുന്നേ ആകുമ്പോൾ നമുക്ക് കഴിക്കാമല്ലോ. അപ്പോൾ അതാ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തേക്കണം. അമ്മ അത് വിളമ്പി തരാം കേട്ടോ. നല്ല മീൻ കറിയാണ്. എനിക്ക് മീൻ മോളീശം ഭയങ്കര ഇഷ്ടമായിട്ട്. നമ്മളിവിടെ മീനിന് മുളകിട്ട് വെക്കുന്നതിന് കുറ്റാട്ടതൊക്കെ മോളീശം എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ ഒരുപാട് കറികളൊക്കെ ഉണ്ടാകുമ്പം കുറച്ച് ചോറ് മാത്രമേ കറിക്കാൻ പറ്റൂ കേട്ടോ. ഇതിപ്പം ഒരുപാട് അമ്മ എന്താ പറയുക കൂരി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് തേച്ചൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഒരാൾ ഏതാണ്ട് എണീച്ച് വന്നിട്ട് ഫുഡിന് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കണോ വേണ്ടയോ എന്നുള്ള ഇതിൽ ഇരിക്കാൻ കേട്ടോ. നല്ല മടിയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് കാനൂലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാവാൻ നിൽക്കുകയാണ്. അപ്പോൾ വർക്കിൻ്റെ കാര്യത്തിനായിട്ട് കുറച്ച് തിരക്കുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പെട്ടെന്ന് തന്നെ അപ്പോൾ അവർ നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ള എല്ലാ പെൺകുട്ടികൾക്കും ഈ ഒരു നിമിഷം അത്രയധികം എന്താ പറയുക മനസ്സ് വേദനിക്കുന്ന ഒരവസ്ഥയായിരിക്കും അല്ലേ. അതായത് സ്വന്തം വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മനോവേദന അത്രയും അധികമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.